കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പിംഗ് അതുപോലെ അക്കൗണ്ട് ഗ്രൂപ്പ് ഇത് രണ്ടുമാണ് അവസാനമായി പഠിച്ചത്. ലെഡ്ജർ അക്കൗണ്ടുകളെ തരംതിരിക്കുകയും അവയെ പ്രധാനപ്പെട്ട അക്കൗണ്ട് തലക്കെട്ടുകൾക്ക് കീഴിൽ ക്രമീകരിക്കുന്നതിൻ്റെയും പ്രക്രിയയാണ് ഗ്രൂപ്പിംഗ്. ലെഡ്ജർ അക്കൗണ്ടുകൾ വെക്കുന്ന തലക്കെട്ടുകളാണ് അക്കൗണ്ട് ഗ്രൂപ്പ്സ്. എല്ലാ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും ലെഡ്ജർ അക്കൗണ്ട് വെക്കേണ്ടത് അക്കൗണ്ട് തലക്കെട്ടുകൾക്ക് കീഴിലാണ്. ഇനി നമ്മൾ റിസർവ്ഡ് അക്കൗണ്ട് ഗ്രൂപ്പുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ റിസർവ്ഡ് അല്ലെങ്കിൽ ഡീഫോൾട്ട് ഗ്രൂപ്പ്സ് എന്നാൽ എന്താണ്? എല്ലാ അക്കൗണ്ടിംഗ് പാക്കേജുകൾക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അക്കൗണ്ട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് തലക്കെട്ടുകൾ ഉണ്ട്. ഈ അക്കൗണ്ട് തലക്കെട്ടുകളെയാണ് റിസർവ്ഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഡീഫോൾട്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ തന്നെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള അക്കൗണ്ട് തലക്കെട്ടുകളാണ് റിസർവ്ഡ് ഗ്രൂപ്പ്സ്, ഡീഫോൾട്ട് ഗ്രൂപ്പ്സ്. ഏതെല്ലാമാണ് ഇവ? ഒരു ഏകദേശ രൂപം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാ സോഫ്റ്റ്വെയറുകളിലും ഒരേപോലെയല്ല അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ഡീഫോൾട്ട് അക്കൗണ്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എല്ലാ സോഫ്റ്റ്വെയറുകളിലും ഒരേപോലെയല്ല, വ്യത്യാസമുണ്ടായിരിക്കും. എങ്കിലും പൊതുവായി കാണുന്ന അക്കൗണ്ട് തലക്കെട്ടുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഏതെല്ലാം? റിസർവ്ഡ് അക്കൗണ്ട് ഗ്രൂപ്പ്സുകളെ മൂന്നായി തരംതിരിക്കാം. ഒന്ന്, അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ. അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് പ്രോഫിറ്റ് ആലസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആലസ് അക്കൗണ്ടിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ, അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ അക്കൗണ്ട് ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ഡീഫോൾട്ട് ഗ്രൂപ്പുകളെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മൂന്നായി തരംതിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ഒന്ന്, സെയിൽസ് അക്കൗണ്ട്, സെയിൽസ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സെയിൽസ് അക്കൗണ്ട് എന്ന തലക്കെട്ടിന് കീഴിലാണ്. പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് എന്ന ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് അക്കൗണ്ട് എന്ന അക്കൗണ്ട് തലക്കെട്ടിലാണ്. മറ്റൊന്ന്, എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്? സാധനങ്ങളുടെ പർച്ചേസും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ചെലവുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെടുന്ന എല്ലാ അക്കൗണ്ടുകളും ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന തലക്കെട്ടിന് കീഴിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഉദാഹരണം, വേജ് എന്ന ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏത് തലക്കെട്ടിന് കീഴിലാണ്? ഡയറക്റ്റ് എക്സ്പെൻസസ്. മറ്റൊന്ന്, ഡയറക്റ്റ് ഇൻകം. അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന പൊതുവായ അക്കൗണ്ട് തലക്കെട്ടുകൾ ഈ നാലെണ്ണമാണ്: സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് ഇൻകം. അടുത്തത്, പ്രോഫിറ്റ് ആലസ് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ പ്രധാനമായും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവുമാണ്. പ്രോഫിറ്റ് ആലസ് അക്കൗണ്ടിൽ വരുന്ന അക്കൗണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവുമാണ്. സാലറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. റെന്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകത്തിന് കീഴിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്, അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഏതെല്ലാമാണ്? ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ബാലൻസ് ഷീറ്റിന് രണ്ട് വശങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ട് ഭാഗമാക്കി, അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിലെയും അതുപോലെ തന്നെ അസറ്റ് സൈഡിലെയും അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഈ രൂപത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്.
ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന റിസർവ്ഡ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഏതെല്ലാം? സിസ്റ്റം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച അക്കൗണ്ട് തലക്കെട്ടുകൾ ഏതെല്ലാം? ഒന്ന് ഏതാ? ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ. റിസോഴ്സ് ആൻഡ് സർപ്ലസ്, ലോൺസ്, ലോങ് ടേം ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്. ഈ കറണ്ട് ലയബിലിറ്റീസിന് കീഴിൽ ചില ഉപഗ്രൂപ്പുകൾ കൂടി ഉണ്ടാവാറുണ്ട്. എല്ലാ സോഫ്റ്റ്വെയറുകളിലും കറണ്ട് അസറ്റ് എന്ന ഗ്രൂപ്പിന് കീഴിൽ ചില സബ് ഗ്രൂപ്പുകൾ, ഉപഗ്രൂപ്പുകൾ കൂടി ഉണ്ടാകാറുണ്ട്. അതിൽ എക്സാമ്പിളാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് മുതലായവ. ഇനി അസറ്റ് സൈഡിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ, അസറ്റ് സൈഡിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? അസറ്റ് സൈഡിൽ വന്ന പ്രധാനപ്പെട്ട അക്കൗണ്ട് ഗ്രൂപ്പുകൾ: ഒന്ന് ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, കറണ്ട് അസറ്റ്. കറണ്ട് ലയബിലിറ്റീസിന് പോലെ തന്നെ കറണ്ട് അസറ്റിന് ഇവിടെ സബ് ഗ്രൂപ്പുകളുണ്ട്, ഉപഗ്രൂപ്പുകളുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്. ഇതുപോലെയുള്ള ഉപഗ്രൂപ്പുകൾ കറണ്ട് അസറ്റ് എന്ന അക്കൗണ്ട് ഗ്രൂപ്പിനുണ്ട്. അപ്പോൾ ചില അക്കൗണ്ട് തലക്കെട്ടുകൾക്ക് കീഴിൽ ഉപഗ്രൂപ്പുകൾ ഉണ്ടാകാം, ഉപതലക്കെട്ടുകൾ ഉണ്ടാവാം. അതുപോലെ മിസലേനിയസ് എക്സ്പെൻസസ്, മറ്റൊന്ന് മിസലേനിയസ് എക്സ്പെൻസസ്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അറിയുന്ന ഇതാണ്, എല്ലാ അക്കൗണ്ടിങ് പാക്കേജുകൾക്കും മുൻകൂട്ടി നിശ്ചയിച്ച അക്കൗണ്ട് തലക്കെട്ടുകളുണ്ട്. അവയെ റിസർവ്ഡ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. അവയെ മൂന്നായി തരംതിരിക്കാം: ട്രേഡിംഗ് അക്കൗണ്ടിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ, ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ട്രേഡിംഗ് അക്കൗണ്ടിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഏതെല്ലാമാണ്? മുൻകൂട്ടി നിശ്ചയിച്ച അക്കൗണ്ട് ഗ്രൂപ്പുകൾ: സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ: ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം. ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ട് ഗ്രൂപ്പുകളെ നമ്മൾക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ലയബിലിറ്റി സൈഡിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ, അസറ്റ് സൈഡിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ഏതെല്ലാമാണ് ലയബിലിറ്റി സൈഡിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ? ക്യാപിറ്റൽ അക്കൗണ്ട്, റിസോഴ്സ് ആൻഡ് സർപ്ലസ്, ലോൺസ്, ലോങ് ടേം ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിന് ഉപഗ്രൂപ്പുകൾ, ഉപതലക്കെട്ടുകൾ കൂടി ഉണ്ടാവാം. സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്നിവ ഇതിന് കീഴിൽ വരുന്നതാണ്. അസറ്റ്സ്, അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ വന്ന അക്കൗണ്ട് ഗ്രൂപ്പുകൾ: ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന് ഉപഗ്രൂപ്പുകൾ, തലക്കെട്ടുകൾ ഉണ്ടാകാം: ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്. പിന്നെ മിസലേനിയസ് എക്സ്പെൻസസ്. ഓക്കെ.